ഞാൻ ഇന്നൊരു മീൻ കറിയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ മീനിനെ നമ്മൾ കിളിമീൻ എന്നാണ് പറയുന്നത്. കറ്റ്ല എന്ന് കാസർഗോഡ് ഭാഷയിൽ പറയും. അപ്പോൾ മീന് കറിയാണ് വെക്കുന്നത്. അതിന് ഉള്ളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 1-2 തേങ്ങാ കഷ്ണം ഇവ നന്നായിട്ട് വഴറ്റാം. പിന്നെ 2-3 പീസ് 1-2 തക്കാളി മുറിച്ചത് ഉള്ളി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ എല്ലാം കൂടി ഉള്ളി കുറച്ച് വഴറ്റിയതിന് ശേഷമാണ് തക്കാളി ചേർക്കുന്നത്. എല്ലാം കൂടി നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്ന് മീൻകറി എപ്പോഴും ഒരു മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അത് അടുപ്പിലാണ്, വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. പണ്ടത്തെ ഒരു സ്റ്റൈലാണ്. അതായത് ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിന് ശേഷം വഴണ്ടി വന്നതിന് ശേഷം ഇതിൽ കുറച്ച് മുളക് പൊടി, ഒരു 1-2 സ്പൂൺ ടീസ്പൂണല്ല സ്പൂൺ മുളക് പൊടി, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും. മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നല്ലപോലെ ഒന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ ഇതിൽ കുടംപുളി ഇടുന്നുണ്ട്. കുടംപുളി ഇട്ട മീൻ കറി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 2 അല്ലി കുടംപുളി ഇട്ടിട്ടുണ്ട് ചേച്ചി. ഇതിൽ നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. നല്ല മസാലേൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, കുറച്ച് ഉപ്പിട്ടു, നല്ലപോലെ വഴറ്റിയെടുത്തു. നല്ലപോലെ മൂത്ത് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കാം. കുറച്ച് നേരം എന്നല്ല, നല്ലപോലെ തിള വരുമ്പോഴാണ് നമ്മൾ മീൻ ഇടാറ് കറിയിലേക്ക്. അപ്പോൾ കുറച്ച് നേരം അടച്ചു വെച്ച് തിള വന്നതിന് ശേഷം നമുക്കതിലേക്ക് മീനിടാം. നല്ലപോലെ തീയെല്ലാം കൂട്ടി മൺചട്ടിയിൽ ഇങ്ങനെ മീൻ കറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മിക്സ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ തുറന്നു നോക്കിയതാണ് മീൻ തിള വന്നോന്ന്. തിള വന്നതിന് ശേഷം ചേച്ചി മീൻ ഓരോന്നായി പെറുക്കിയിട്ടു. ഇത് ഭയങ്കര തിന്നായിട്ടുള്ള മീനാണ്. അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. നമ്മളുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കുടംപുളി ഇട്ട നാടൻ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബൈ.